യൂസ് ചെയ്യാറുള്ള ഗാഡ്ജറ്റ്സ് ആണ്. ഞാൻ സാംസങ് S24 Ultra ആണ്. ഇൻഷോട്ടിൽ നമ്മൾ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. DJI Osmo മൊബൈൽ SC എന്ന് പറയുന്ന ജെനേറോന്റെ വയർലെസ് മൈക്രോ 360 1RS സ്പിൻ എഡിഷൻ ആൽഫ A7 R4 എന്ന DSLR ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധാരണ യൂസ് ചെയ്യാറുള്ള ഗാഡ്ജറ്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ്ലി തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ തന്നെ തുടങ്ങാം. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് സാംസങ് S24 Ultra മൊബൈലിൽ നിന്നാണ്. മൊബൈൽ ക്യാമറയിലാണ് നമ്മൾ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി ഇതിപ്പം 1 year ആയി നമ്മൾ യൂസ് ചെയ്യുന്നു. ഫോൺ വാങ്ങിച്ചിട്ട് അന്ന് അത് വാങ്ങിച്ചപ്പം 1,20,000 ആയിരുന്നു. പിന്നെ ഇത് ആക്ച്വലി ഇത് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ നോർമൽ ഇൻഷോട്ട് ആപ്പിലാണ്. ഇൻഷോട്ടിൽ നമ്മൾ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ ആദ്യമൊക്കെ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് നല്ല ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് ജിംബൽ വാങ്ങിക്കാം. അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ള ജിംബൽ. അപ്പൊ ഇത് DJI Osmo മൊബൈൽ SC എന്ന് പറയുന്ന ജിംബലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിപ്പം ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് വാങ്ങിച്ചിട്ട്. യൂസ് ചെയ്താൽ നല്ല കംഫർട്ടബിൾ ആണ്. ഇത് 3 ആക്സിസ് ജിംബലാണ്. ആമസോണിൽ നിന്ന് ഇത് അന്ന് പർച്ചേസ് ചെയ്തത് 6,999 രൂപയ്ക്കായിരുന്നു. അന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തന്നെ തോന്നിയിട്ടു. നല്ല ഹാൻഡിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൂടെ ആളില്ലെങ്കിൽ നമുക്ക് ഇതില് ഓട്ടോ ട്രാക്കിംഗ് ഉണ്ട്. നമ്മുടെ ഫേസ് നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതില് സ്റ്റാൻഡില് നമ്മൾ ടേബിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതില് നമ്മൾ മൊബൈല് അറ്റാച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ ഫേസും ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ജിംബലും മൂവ് ചെയ്യും. അങ്ങനെ ക്യാമറ അതനുസരിച്ച് മൂവ് ചെയ്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആയിരുന്നു. നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആയിരുന്നു ഇത്. അപ്പം പിന്നെ നമ്മൾ തുടക്കത്തിൽ നിന്ന് എടുത്ത വീഡിയോസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഷെയ്ക്കിനാണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിനൊക്കെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റ്. ഇപ്പൊ നമ്മൾ വണ്ടിയിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന വീഡിയോസ് നടന്ന് ആക്ച്വലി നമ്മൾ നോർമലി ഫോണ് കൈ പിടിച്ച് നടക്കുന്നതിനെക്കാട്ടിലും വളരെ വ്യത്യസ്തമാണ് കേട്ടോ. ഇതിപ്പം ആ ഓരോ മൂവ്മെന്റ്സ് നല്ല സ്മൂത്ത് ആയിട്ട് ആ ഒരു കണ്ടിന്യൂഷനിൽ എത്തുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ജിംബലായിരുന്നു നമ്മുടെ അടുത്ത ഗാഡ്ജറ്റ്. DJI ജിംബൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഫോണിൻ്റെ നേറ്റീവ് ക്യാമറ അല്ല ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ DJI ആപ്പിൻ്റെ ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ആപ്ലിക്കേഷന് ജിംബലുമായിട്ട് കണക്ട് ചെയ്ത് ആണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രനേറോൻ്റെ വയർലെസ് മൈക്രോഫോണാണ്. ഇതും വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിന് 98 ഫീറ്റ് റേഞ്ച് ഉണ്ട്. പിന്നെ ഇതിന് 30 hours ബാറ്ററി ലൈഫ് ഉണ്ട്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിലാണ്. ആമസോണിൽ 2,240 രൂപയ്ക്കാണ് അന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്തത്. ഇതിന് 3 level നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി ഇതിപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നല്ല നോയ്സ് ഉള്ള സ്ഥലത്ത്, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതേപോലെ നല്ല വേവ്സ് ഉള്ള സ്ഥലത്തൊക്കെ വെച്ച് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ വോയിസ് തീരെ കേൾക്കാൻ പറ്റത്തില്ലാത്ത പോലെ വരും. അപ്പം ആ സമയത്തെല്ലാം നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഒരു നോയ്സ് ഡിസ്ട്രാക്ഷൻ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഗ്രേഡ് ലെവല് മാറ്റിയിടാം. ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയധികം നോയ്സ് ക്യാൻസലേഷൻ വരുന്നില്ല. 3rd ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല സൗണ്ട് ഉള്ളിടത്ത് നമ്മുടെ സൗണ്ട് മാത്രം ഹൈലൈറ്റ് ആക്കിയിട്ട് കുറച്ചുകൂടെ ഈ വീഡിയോ നല്ല ക്ലാരിറ്റിയിൽ വോയിസോടുകൂടി, നല്ല ക്ലാരിറ്റിയുള്ള വോയിസോടുകൂടി നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് Insta360
1RS സ്പിൻ എഡിഷൻ ആണ്. അപ്പം ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിന് രണ്ട് ലെൻസ് അവൈലബിൾ ആണ്. അതായത് 5.6Kയുടെ 360 ഡിഗ്രി വ്യൂ കിട്ടുന്ന ഒരു ലെൻസും പിന്നെ 4K ബൂസ്റ്റർ ലെൻസും 48 മെഗാ പിക്സൽസൊക്കെ വരുന്ന 4K ബൂസ്റ്റ് ലെൻസുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് വാട്ടർ പ്രൂഫാണ്. മാൽദീവ്സിൽ നമുക്ക് അണ്ടർ വാട്ടർ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. നല്ല വൃത്തിക്ക് നല്ല ഈ വിഷ്വൽസ് എല്ലാം പക്ക ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ നമ്മൾ ആദ്യത്തെ 2 വീഡിയോ ഇല്ലവീഴ പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ല് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. നമുക്കൊരു ഡ്രോൺ ഷോട്ടിൽ എടുത്തിരിക്കുന്ന പോലത്തെ വീഡിയോസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ക്യാമറയ്ക്ക് വന്നത് അറൗണ്ട് 47,000 റുപ്പീസായിരുന്നു. അത് 2 ഇയർ മുന്നേ വാങ്ങിച്ച സമയത്ത്. പിന്നെ ഇതിൻ്റെ ആക്സസറീസ്, അതായത് ഇതിനൊരു ഇൻവിസിബിൾ സ്റ്റിക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മറ്റ് ആക്സസറീസ് ഒക്കെ കൂടെ കൂട്ടിയിട്ട് അത് അറൗണ്ട് ഒരു 50,000 റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോസിൽ, അതായത് ഇലവിഴ പൂഞ്ചിറ ഇല്ലിക്കൽക്കല്ല് വീഡിയോസിലൊക്കെ ഈ എടുക്കുന്ന വീഡിയോസിലെ സ്റ്റിക്കൊക്കെ ഇൻവിസിബിളാക്കി എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഡ്രോൺ ഷോട്ടിൽ കിട്ടുന്ന വ്യൂ ആണ്, വൈഡ് ആംഗിൾ വ്യൂ ആണ് നമുക്ക് ആ വീഡിയോസിലൊക്കെ കിട്ടുക. പിന്നെ അണ്ടർ വാട്ടറിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങൾ 180 ഡിഗ്രിയുടെ ലെൻസ് വെച്ചിട്ടാണ് കൂടുതലെടുത്ത്. നമുക്കിപ്പം 360 എടുത്താലും എഡിറ്റ് ചെയ്ത് നമുക്ക് വൺ സൈഡ് എടുക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള സ്ഥലം ഫോക്കസ് ചെയ്യാണല്ലോ അപ്പോൾ അതിൻ്റെ മെയിൻ. അപ്പം 180 നമ്മൾ വേണ്ട വീഡിയോസ് ക്യാപ്ചർ ചെയ്ത് അങ്ങ് പോവാം. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കെല്ലാം ഇൻവിസിബിൾ ആക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. ഇപ്പം നമ്മളിപ്പം വെറുതെ നടക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇപ്പം അന്ന് എടുക്കാൻ വിട്ടുപോയോ എന്ന് നമുക്ക് ഡൗട്ട് വരേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എടുത്ത വീഡിയോ ഒന്ന് റൊട്ടേറ്റ് ചെയ്തൊന്ന് വേണ്ട സ്ഥലം ഒന്ന് ഫോക്കസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം അതുകൊണ്ട് 360 ഡിഗ്രിയുടെ ഈ ഒരു ഇൻസ്റ്റാ 360 ആ ഒരു രീതിയിലൊക്കെ വെച്ച് നോക്കിയപ്പം നല്ല എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മൾ ഈ കോൺട്രാസ്റ്റൊക്കെ കൂട്ടി കിട്ടുന്ന വീഡിയോസ് പോലെ നല്ല ക്ലാരിറ്റിയിൽ ഉള്ള കളേഴ്സ് എല്ലാം, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഒക്കെ നല്ല ഹൈലൈറ്റ് ആക്കിയിട്ട്, ഗ്രീനൊക്കെ ഗ്രീൻ നല്ല ഹൈലൈറ്റ് ആക്കി ആ ഏരിയയുടെ ഭംഗിയൊക്കെ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ കാണിക്കുന്ന രീതിയിലായിരുന്നു ഇൻസ്റ്റാ 360 എടുത്ത വീഡിയോസൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ കൂടുതൽ ഫോണിൽ തന്നെയാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറുള്ളത്. ഇതിപ്പം നമുക്ക് ജിംബൽ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ജിംബൽ ആയതുകൊണ്ട് തന്നെ ഫോണാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. 360 ഡിഗ്രി ലെൻസിൽ 360 ഡിഗ്രി വ്യൂവിൽ നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ 360 തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് സ്ക്രീന് അല്ലെങ്കിൽ ആ ഫോൺ ഒന്ന് ടിൽറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്ത് സ്ക്രോൾ ചെയ്ത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ കംപ്ലീറ്റ് ഒരു 360 വ്യൂ ആ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. കാരണം നമ്മൾ കൂടുതലും ഒരു വൺ സൈഡ് വ്യൂ ആയിരിക്കും, നമുക്ക് നേരിട്ടുള്ള വ്യൂ മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 360 നമുക്ക് വേണ്ട സ്ഥലം റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ സൂം ചെയ്ത് കാണാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് അല്ലേ. ഈ 360 ഡിഗ്രി ലെൻസിൻ്റെ കിട്ടുന്ന വീഡിയോ 5.7K റെസൊല്യൂഷനിലാണ് കിട്ടുക. അപ്പം ആ ഒരു ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നതായിരിക്കും. 360 റെക്കോർഡ് ചെയ്ത വീഡിയോ 360 തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് ലൊക്കേഷൻ ഫുള്ള് 360 ഡിഗ്രി റൗണ്ട് അടിച്ച് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നത്. വീഡിയോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ DSLR ക്യാമറയാണ്. സോണി ആൽഫ A7R4 എന്ന DSLR ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോഡിക്ക് 2 lakh ആയിട്ടുണ്ട്. ഇതിൻ്റെ ലെൻസ് സെപ്പറേറ്റ് വാങ്ങുമായിരുന്നു. സിഗ്മ ആർട്ട് ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് സെപ്പറേറ്റ് 1.5 lakh ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു ഹെവിയാണ്. ഇതിന് പറ്റുന്ന ജിമ്പിൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നിട്ടുള്ള വീഡിയോ, അതായത് ക്യാമറ സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റേബിൾ വീഡിയോസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ ഫോട്ടോസ് എടുക്കാനായിട്ടാണ് നമ്മൾ ഈ DSLR ക്യാമറ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോസിനെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണും ഗ്രനേറോ മൈക്കും പിന്നെ ജിംബലുമാണ്. ഇതാണ് മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ട് എന്നുള്ളത്. പക്ഷേ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇൻസ്റ്റാ 360 അതേപോലെ തന്നെ നമ്മുടെ
DSLR ക്യാമറയിലും കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവർ വരെ ഡോക്ടർ അന്നാസ് യാത്രാ ഡയറീസ് ജസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.